ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു DI സൊല്യൂഷൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിപ്പോർട്ട്സിനെ കുറിച്ചാണ്. ഇൻവെന്ററി റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ലിസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനായി റിപ്പോർട്ട് മൊഡ്യൂളിൽ ക്ലിക്ക് ചെയ്യുക. ലിസ്റ്റ് ആകുന്ന മെനുവിൽ നിന്നും ഇൻവെന്ററി പിക്ക് ചെയ്യുക. ഇൻവെന്ററി റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഓൾറെഡി ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് സമ്മറി റിപ്പോർട്ട്സിനെ കുറിച്ച് ഡീൽ ചെയ്തു. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് റിപ്പോർട്ട്സിലേക്ക് പോകാം. ഇൻവെന്ററി ഡീറ്റെയിൽഡ് റിപ്പോർട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ അഡീഷണലി വരുന്നത് ഇൻവെന്ററിയുടെ നെയിം, ഐറ്റം നെയിം എടുത്തുണ്ട്. അതാണ് ഇവിടെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കിവിടെ ഐറ്റം നെയിമും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാകും. ഓക്കെ, ഇവിടെ നമുക്ക് ഡേറ്റ് റേഞ്ച് സെറ്റ് ചെയ്യാം. മോർ ഫിൽറ്റർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റിപ്പോർട്ട്സിന്റെ അടുത്ത് സമ്മറി റിപ്പോർട്ട്സിൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻവെന്ററി റീസൺസ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ ഇൻവെന്ററി ഐറ്റം നെയിമും കൂടെ വരും. ഐറ്റം നെയിം വിത്ത് ലൊക്കേഷൻസ് ആൻഡ് ഐറ്റം ഏതൊക്കെ SKU HSN വൈസ് ഒക്കെ ആയിട്ട് നമുക്ക് EN വെച്ചൊക്കെ ആയിട്ട് ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ഫിൽട്രേഷൻസ് എടുക്കാൻ പറ്റും. ആൻഡ് ദെൻ ഇവിടെ ഗ്രൂപ്പ് ബൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഗ്രൂപ്പ് ബൈയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഡേറ്റ് റേഞ്ച് വെച്ച് ഓരോ ഡേറ്റില് ഇപ്പൊ സിംഗിൾ ഡേറ്റിൽ വന്നിട്ടുള്ള ടോട്ടൽ ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ്സ് എത്രയാണെന്നുള്ളതും ഇവിടെ ടിക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഈച്ച് ഡേറ്റിൽ വന്നിരിക്കുന്ന ടോട്ടലും കൂടെ നമുക്ക് ഇവിടെ റിഫ്ലക്ട് ആകുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ ഇനി നെക്സ്റ്റ് കസ്റ്റമൈസ് റിപ്പോർട്ട്സ് ഉണ്ട്. കസ്റ്റമൈസ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഏതൊക്കെയാണ് നമുക്ക് ഹെഡ്സ് വരുന്നത് എന്നുള്ളതാണ്. അതായത് കസ്റ്റമൈസ് റിപ്പോർട്ട്സിൽ നമുക്കിവിടെ എന്തൊക്കെ ഹെഡ്സ് ഒക്കെയാണ് ഇവിടെ റിഫ്ലക്ട് ആകുന്നത് എന്നുള്ളത് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ലൊക്കേഷൻസ് എൻ്റർ ചെയ്യാം. ആൻഡ് HSN ആൻഡ് HSN ബേസ്ഡ് റിപ്പോർട്ട്സ് ആണ് വേണ്ടതുണ്ടെങ്കിൽ HSN എനേബിൾ ചെയ്തിട്ട് നമ്മൾ അപ്ലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐറ്റം നെയിം, ലൊക്കേഷൻസ് ആൻഡ് HSN കൂടെ റിഫ്ലക്ട് ആകുന്നതായിരിക്കും. ഇതിൽ നമുക്ക് റൺ റിപ്പോർട്ട്സിൽ തന്നെ വേറൊരു ഫീച്ചർ ഉണ്ട്. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും റിപ്പോർട്ട്സ്. ഇപ്പൊ സേവ് ആസ് കസ്റ്റം റിപ്പോർട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇയർ ബേസിസോ അല്ലെങ്കിൽ ടുഡേ ബേസിസിലോ വീക്ക്ലി ബേസിസിലോ നമ്മൾ ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ആ റിപ്പോർട്ട്സ് നമുക്ക് സിംഗിൾ ക്ലിക്ക് വ്യൂവിൽ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കസ്റ്റമൈസേഷൻ ഫീച്ചർ ഉണ്ട്. അതിനായിട്ട് നമ്മളിപ്പോ വീക്സ്ലി ഓപ്റ്റ് ചെയ്തതിന് ശേഷം ഇതിപ്പോ ഗ്രൂപ്പ് ബൈയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ഗ്രൂപ്പ് ബൈ, ഇപ്പം ഡേറ്റ് വൈസ് ആണെന്നുണ്ടെങ്കിൽ വീക്ക്ലി ഡേറ്റിന്റെ ഒരു സിംഗിൾ ഓരോ ഡേറ്റിലും വന്നിരിക്കുന്ന ടോട്ടൽ സമ്മ് അതിന്റെ സ്പ്ലിറ്റ് അപ്പ് ഒക്കെ ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് ബൈയിൽ കിട്ടുന്നതായിരിക്കും. ആൻഡ് ദെൻ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ഏതൊക്കെ കോളംസ് ആണ് റിഫ്ലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ ഐറ്റം ടൈപ്പ് വേണം അല്ലെങ്കിൽ സെയിൽസ് പ്രൈസ് വേണം, അതൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദെൻ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ റിപ്പോർട്ട് പേജിന്റെ ലേ ഔട്ട്സ് ആണ്. അതായത് ഓർഗനൈസേഷന്റെ നെയിം വേണോ, ഇനി പേജസിന്റെ നെയിം നമ്പേഴ്സ് അലോക്കേറ്റ് ചെയ്യണം, നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് വേണം എന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ A4 സൈസ് പേപ്പറിലാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേപ്പറും, അതായത് ഇതിന്റെ പ്രിന്റ് വ്യൂ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ആൻഡ് ദെൻ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ആർക്കാണ് ഇതിന്റെ പെർമിഷൻ കൊടുക്കേണ്ടതെന്നുള്ളത്, ഷെയർ വിത്ത് നമുക്ക് തന്നെയാണ് അല്ലെങ്കിൽ ഓരോ സെലക്ടഡ് യൂസേഴ്സിന് നമുക്ക് ഇത് അലോക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലി നമുക്ക് യൂസേഴ്സ് ആൻഡ് റോൾസിനെ അലോക്കേറ്റ് ചെയ്യാം. എവരി വൺസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഇത് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദെൻ ഇവിടെ ഒരു റിപ്പോർട്ടിംഗ് നെയിം കൊടുക്കുക. റിപ്പോർട്ടിംഗ് നെയിം എന്നുള്ളത് വീക്ക്ലി ഇൻവെന്ററി റിപ്പോർട്ട് അഡ്ജസ്റ്റ്മെന്റ് റിപ്പോർട്ട്സ് ആണ് കൊടുക്കാം. ആൻഡ് ദെൻ സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഇവിടെ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ആയി. ഈ റിപ്പോർട്ട് നമ്മൾ ഓൾറെഡി കസ്റ്റമൈസ് ചെയ്തിട്ടാണ് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കിപ്പം കസ്റ്റം ഫീൽഡ് ഒന്നും അഡീഷണലി ഇടാൻ പറ്റില്ല. ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ആഡ് ഓൺ ചെയ്യാം. ഇനി നമ്മൾ ഇൻവെന്ററി വൈസ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ലിസ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മളിപ്പം ജനറേറ്റ് ചെയ്തിരിക്കുന്ന വീക്ക്ലി ഇൻവെന്ററി റിപ്പോർട്ട്സ് എന്നുള്ള റിപ്പോർട്ട്സ് ഇവിടെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ ഇവിടെ വ്യൂ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് റിപ്പോർട്ട്സിനെ കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. ഇനി കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഈ റിപ്പോർട്ട്സിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം, ഇങ്ങനെ PDF-ലേക്ക് കൺവേർട്ട് ചെയ്യാം, Excel ആക്കി മാറ്റാം, ഇനി പ്രിന്റ് എടുക്കാം, CSV ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഈ ഡീറ്റെയിൽഡ് റിപ്പോർട്ട്സിലേക്ക് വന്നാല് ഡേറ്റ ലൊക്കേറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട്സ് വരുന്നത്. ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ഡീറ്റെയിൽഡ് റിപ്പോർട്ട്സിൽ നമുക്ക് ഡേറ്റ് വൈസ് സോർട്ട് ചെയ്യാം. ഇനി റെഫറൻസ് നമ്പർ ഉണ്ടെങ്കിൽ അത് റെഫറൻസ് നമ്പറിലും നമുക്ക് അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇവിടെ നമുക്ക് എത്രയാണ് ക്വാണ്ടിറ്റി അഡ്ജസ്റ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളത്
നമുക്ക് സമ്മറി വൈസ് റിപ്പോർട്ട്സ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് സമ്മറി റിപ്പോർട്ട്സ് ആണെങ്കിൽ ക്വാണ്ടിറ്റി ഇൻക്രീസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിക്രീസ് എന്ന് പറയുന്ന ഒരു ഫീൽഡാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. പക്ഷെ ഇവിടെ നമുക്ക് വരുന്നത് ക്വാണ്ടിറ്റി അഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഹെഡാ വരുന്നത്. അപ്പം ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും ഇതിന്റെ അണ്ടറിൽ തന്നെയാണ് കാണുന്നത്. ഡീറ്റെയിൽഡ് റിപ്പോർട്ട്സിൽ നമുക്ക് അതിന്റെ സമ്മറൈസിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് കിട്ടുന്നത്. ഓക്കെ, ഇപ്പം ഇൻവെന്ററി അഡ്ജസ്റ്റിംഗ് സമ്മറി റിപ്പോർട്ട്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എത്ര ക്വാണ്ടിറ്റിയാണ് ഇൻക്രീസ് ആയത്, ഇനി ക്വാണ്ടിറ്റി ഇൻക്രീസ് ആയില്ല ഡിക്രീസിംഗിലേക്കാണ് നമ്മളത് മൂവ് ചെയ്തെങ്കിൽ ക്വാണ്ടിറ്റി ഡിക്രീസിംഗിൽ കാണിക്കും. അത് സെയിം ആസ് ദ വാല്യൂവിന്റെ സിറ്റുവേഷനിലും അത് തന്നെയാണ്. ഇനി ഈ ഒരു ഇൻവെന്ററി ഡീറ്റെയിൽഡ് അഡ്ജസ്റ്റ്മെന്റ് ഡീറ്റെയിൽഡ് റിപ്പോർട്ട്സിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും എക്സൽ ഫോമിലേക്ക് ആക്കാനും പ്രിന്റ് എടുക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു.